ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അക്വാമാൻ എന്ന് പറയുന്ന സിനിമയുടെ കഥയുമായിട്ടാണ്. ആൽവിൻ രാജു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ചങ്ങായി ഞാൻ ഈ ചാനൽ തുടങ്ങിയ ദിവസം മുതലുള്ള എല്ലാ വീഡിയോയുടെ ഐഡിയയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് നിർബന്ധിച്ചിട്ടാണ് എന്നെക്കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യിക്കുന്നത്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരാൾ എൻ്റെ എല്ലാ വീഡിയോയും കണ്ടിട്ട് അതിനിടയിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു സിനിമ കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ശരിക്കും എനിക്ക് സൂപ്പർ ഹീറോ പടങ്ങൾ ഞാൻ ഒരുപാട് കാണാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം. 1985 നല്ല കാറ്റും മഴയുമുള്ള ഒരു രാത്രിയിലാണ് കഥ തുടങ്ങുന്നത്. ഒരു കടൽ തീരത്തെ ലൈറ്റ് ഹൗസിലെ കാവൽക്കാരനായിരുന്നു തോമസ്. ആ രാത്രി ആ കടൽ തീരത്ത് അബോധാവസ്ഥയിലായ ഒരു സ്ത്രീയെ അയാൾ കാണുന്നു. ഒരു അസാധാരണമായ വേഷവിധാനമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. തോമസ് അവളെയും എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. വേണ്ട ഫസ്റ്റ് എയ്ഡുകളൊക്കെ നൽകുന്നു. പക്ഷേ ബോധം വീണ്ടു കിട്ടിയ അവൾ അപരിചിതനായ തോമസിനെ ശത്രുവായി കരുതി ആക്രമിക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ക്ഷീണം കാരണം അവൾ തളർന്നു വീണുപോയി. പക്ഷേ പാവം തോമസ് അവളെ വീണ്ടും താങ്ങി സോഫയിലേക്ക് കിടത്തി. അടുത്ത ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റ അവൾക്ക് അവിടം ഒരു പുതിയ ലോകമായിരുന്നു. അക്വേറിയത്തിലെ ഗോൾഡ് ഫിഷുകളെ അവൾ കറുമുറെ തിന്നു. പിന്നീട് തോമസും അവളും സംസാരിച്ചു തുടങ്ങി. കടലിനുള്ളിലെ മായാലോകമാണ് അറ്റ്ലാന്റിസ്. അവിടുത്തെ രാജാവുമായുള്ള വിവാഹത്തിന് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ അറ്റ്ലാന്റിസിൽ നിന്നും ഓടിപ്പോകുന്നതാണ് അറ്റ്ലാന. അതിനിടയിലാണ് അവൾക്ക് അപകടം പറ്റുന്നതും തോമസിന്റെ അടുത്ത് എത്തിച്ചേരുന്നതും. തോമസിന്റെ നിഷ്കളങ്കമായ സ്വഭാവം അറ്റ്ലാന്റയെ അവനുമായി അടുപ്പിച്ചു. ഇരുവരും പ്രണയത്തിലാവുന്നു. വൈകാതെ വിവാഹിതരാവുകയും ചെയ്യുന്നു. അറ്റ്ലാന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അറ്റ്ലാന്റിസിന്റെ ഭാവി രാജകുമാരൻ ആർതർ. തോമസിന്റെയും അറ്റ്ലാന്റയുടെയും ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഒരു ദിവസം അറ്റ്ലാന്റിസിലെ സൈനികർ അറ്റ്ലാന്റയെ പിടിച്ചുകൊണ്ടുപോകുന്നതിനായി അങ്ങോട്ടേക്ക് വരുന്നു. അവൾ അവരെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഭർത്താവിൻ്റെയും മകൻ്റെയും ജീവൻ രക്ഷിക്കാനായി അവൾക്ക് അവരോടൊപ്പം പോവേണ്ടി വരുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ശേഷം താൻ തിരിച്ചു വരുമെന്ന് അറ്റ്ലാന്റ തോമസിന് വാക്ക് നൽകുന്നു. ശേഷം അവൾ അറ്റ്ലാന്റിസിലേക്ക് തിരിച്ചു പോകുന്നു. ആർതർ ഒരു കൊച്ചുമിടുക്കനായി വളർന്നു. അവന് മീനുകളോടും മറ്റ് കടൽ ജീവികളോടുമൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ മറ്റു കുട്ടികൾ ഇത് കാണുമ്പോൾ അവനെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ അവിടെ വെച്ച് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു. അറ്റ്ലാന്റയ്ക്ക് വിശ്വസ്തനായ ഒരു സ്പെഷ്യൽ അഡ്വൈസർ ഉണ്ടായിരുന്നു. അവൾ അയാളോട് ആർതറിനെ കായികാഭ്യാസങ്ങൾ അഭ്യസിപ്പിച്ച് ഒരു മികച്ച യോദ്ധാവാക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ആർതറിനെ ട്രെയിൻ ചെയ്ത് ഒരു മികച്ച പോരാളിയാക്കി മാറ്റുന്നു. തുടർന്ന് അദ്ദേഹം ആർതറിനെ അറ്റ്ലാന്റിസിലേക്ക് ക്ഷണിക്കുന്നു. നീയാണ് അറ്റ്ലാന്റയുടെ മൂത്ത മകൻ, നിനക്ക് അവിടെ രാജാവായി ജീവിക്കാമെന്ന് അയാൾ പറയുന്നു. പക്ഷേ ആർതർ അത് നിരസിക്കുന്നു. എൻ്റെ അമ്മയെ അവർ ഇല്ലാണ്ടാക്കിയത് ഒരു മനുഷ്യനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നതിനാണ്. ഞാൻ അതിലുണ്ടായ ഒരു ഹാഫ് ബ്രീഡ് മകനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ രാജാവാകേണ്ട. ഞാൻ ഒരിക്കലും അറ്റ്ലാന്റിസിലേക്ക് വരില്ല എന്ന് ആർതർ പറയുന്നു. അടുത്ത സീനിൽ കുറച്ച് കടൽ കൊള്ളക്കാർ ഒരു റഷ്യൻ മുങ്ങിക്കപ്പൽ ആക്രമിച്ച് അതിൽ മോഷണം നടത്തുന്നതാണ് കാണുന്നത്. പക്ഷേ ആർതർ അവിടെ എത്തി കപ്പലിലുള്ളവരെ രക്ഷപ്പെടുത്തുന്നു. ആ പോരാട്ടത്തിൽ കൊള്ളക്കാരുടെ തലവനെ ആർതർ കൊല്ലുകയും ചെയ്യുന്നു. ആ കൊള്ളത്തലവൻ്റെ മകൻ ഡേവിഡും ആ കൊള്ളസംഘത്തിലുണ്ടായിരുന്നു. ആർതർ അഥവാ അക്വാമാൻ തൻ്റെ അച്ഛനെ കൊല്ലുന്നത് ഡേവിഡിന് കണ്ടു നിൽക്കേണ്ടി വന്നു. അച്ഛനെ കൊന്ന അക്വാമാനോട് പകരം വീട്ടുവാൻ ഡേവിഡ് തീരുമാനിക്കുന്നു. അതിനൊരവസരത്തിനായി അവൻ കാത്തു നിൽക്കുകയാണ്. തുടർന്ന് നമ്മൾ ഓർമിനെ കാണുന്നു. ഇവനാണ് അറ്റ്ലാന്റിസിൻ്റെ അടുത്ത രാജാവാകേണ്ടത്. നമ്മുടെ ആർതറിൻ്റെ സ്റ്റെപ്പ് ബ്രദറാണ് അവൻ. അതായത് നമ്മുടെ ആർതർ ഭൂമിയിൽ ജീവിക്കുന്നു, ഓർം കടലിനടിയിൽ ജീവിക്കുന്നു. ഓർം കടലിനടിയിലെ പല പ്രവിശ്യകളിലെയും രാജാക്കന്മാരുമായി ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ഓർം അതിൽ ഒരു രാജാവിനോട് പറയും, ഞാൻ ഭൂമിയിലുള്ളവരോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അവർ നമ്മുടെ സമുദ്രത്തെ അഴുക്കുചാലാക്കി മാറ്റുകയാണ്. അവർ ഈ സമുദ്രത്തെ മലിനീകരിക്കുകയാണ്. പക്ഷേ ആ രാജാവ് ഭൂമിയിലുള്ളവരെ ആക്രമിക്കുന്നതിന് അനുകൂലിക്കുന്നില്ല. പക്ഷേ ആ കടലിലെ മറ്റു രാജാക്കന്മാരിൽ 4 പേരെങ്കിലും ഓർമിനെ സപ്പോർട്ട് ചെയ്താൽ അയാൾക്ക് ഓഷ്യൻ മാസ്റ്റർ എന്ന പദവി ലഭിക്കും. അതായത് ഓർം കമാൻഡറായി മാറും. കമാൻഡറുടെ ആജ്ഞകൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം ആ രാജാവ് ചിന്തിക്കുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു റഷ്യൻ മുങ്ങിക്കപ്പൽ അങ്ങോട്ടേക്ക് വരികയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. ആ ആക്രമണത്തിൽ നിന്ന് ഓർം ആ രാജാവിനെ രക്ഷപ്പെടുത്തുന്നു. അതോടെ ഭൂമിയിലുള്ളവരെ ആക്രമിക്കണമെന്ന ഓർമിൻ്റെ തീരുമാനത്തോട് ആ രാജാവും അനുകൂലിക്കുന്നു. ആ രാജാവിൻ്റെ മകളാണ് മീര. അവളുടെ വിവാഹം ഓർമുമായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അവൾക്കത് തീരെ ഇഷ്ടമല്ല. അതിൽ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ആർതറാണ്. അവൾ വിചാരിക്കുന്നത് ആർതർ അറ്റ്ലാന്റിസിലേക്ക് വന്നാൽ ഓറം രാജാവാകില്ല. അങ്ങനെയാണെങ്കിൽ താനുമായുള്ള വിവാഹവും നടക്കില്ല. അതിനാൽ മീര അപ്പർ സർഫേസിലേക്ക്, അതായത് ഭൂമിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ആർതറിനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു. നീ അറ്റ്ലാന്റിസിലേക്ക് വരൂ, മൂത്ത മകനായതുകൊണ്ട് തന്നെ നിനക്ക് അവിടെ രാജാവാകാം. പക്ഷേ ആർതർ അതിന് സമ്മതിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സമുദ്രത്തിൽ നിന്നും വലിയ തിരമാലകൾ കരയിലേക്ക് അടിക്കുന്നു. ഓർമ്മയായിരുന്നു അതിനു പിന്നിൽ.
അവിടെ വെച്ച് മീര ആർതറിൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കുന്നു. അതോടെ ആർതർ മീരയെ സഹായിക്കുന്നതിനായി സമുദ്രത്തിലേക്ക് പുറപ്പെടുന്നു. അവിടെ വെച്ച് ആർതർ തൻ്റെ പഴയ ഗുരുവിനെ കാണുന്നു. ഇദ്ദേഹമാണ് മുൻപ് അവന് യുദ്ധം ചെയ്യാനൊക്കെ പഠിപ്പിച്ചത്. ഇദ്ദേഹമാണ് ആർതറുടെ അമ്മയുടെ ഏറ്റവും വിശ്വസ്തനായ പടയാളി. മീരയും അദ്ദേഹവും ആർതറോട് പറയും, നീ ട്രൈഡൻ്റ് അഥവാ ത്രിശൂലം കണ്ടെത്തണം. അതിന് ഒരുപാട് ശക്തിയും കുറേ മാജിക്കൽ പവറുമുണ്ട്. അത് ആരെങ്കിലും കണ്ടെത്തിയാൽ അയാൾ എതിരഭിപ്രായം കൂടാതെ അറ്റ്ലാന്റിസിൻ്റെ രാജാവായി മാറും. ആ ട്രൈഡൻ്റ് കണ്ടെത്താൻ സാധിക്കാത്തതിനാലാണ് ഓറമിന് ഇപ്പോഴും രാജാവാകാൻ സാധിക്കാത്തത്. അവൻ നിന്നേക്കാളും ബലവാനാണ്. അവനുമായി യുദ്ധം ചെയ്താൽ നിനക്കൊരിക്കലും ജയിക്കാൻ സാധിക്കില്ല എന്ന് അവർ സംസാരിക്കുന്നു. അങ്ങനെ ഇവർ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഓറമിൻ്റെ ഒരു സ്പൈ അങ്ങോട്ടേക്ക് വരികയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആർതർ അവരുടെ പിടിയിലാവുന്നു. ചങ്ങലയിൽ ബന്ധിച്ച് ആർതറിനെ ഓർമിൻ്റെ മുന്നിലേക്ക് അവർ എത്തിക്കുന്നു. ഓറം ആർതറിനോട് പറയും, നീ കാരണമാണ് എനിക്കെൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. നീ കാരണമാണ് അറ്റ്ലാന്റിസിൻ്റെ രാജകുമാരിയെ വധിക്കേണ്ടി വന്നത്. എന്തായാലും ഓറം ആർതറിൻ്റെ സഹോദരനായതുകൊണ്ട് തന്നെ അവൻ ആർതറിനോട് പറയും, നിനക്ക് ഒരവസരം തരാം. ഇവിടെ നിന്ന് എന്നേക്കുമായി പോയിക്കോളൂ. ഒരിക്കലും സമുദ്രത്തിലേക്ക് തിരിച്ചു വരരുത്. പക്ഷേ ദേഷ്യം വന്ന ആർതർ ഓറമിനെ വെല്ലുവിളിക്കുന്നു. ആണാണെങ്കിൽ തല്ലിത്തോൽപ്പിക്കട എന്ന് പറയുന്നത് പോലെ. തുടർന്ന് ആർതറും ഓറമും തമ്മിൽ പോരാട്ടം തുടങ്ങുന്നു. പക്ഷേ ആർതറിന് വെള്ളത്തിൽ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ ഇത്രയും കാലം ഭൂമിയിലായിരുന്നല്ലോ ജീവിച്ചിരുന്നത്. ഓറമാവട്ടെ എപ്പോഴും കടലിലും. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ഓറം ആർതറിനെ കൊല്ലാനൊരുങ്ങുന്നു. പക്ഷേ ആ സമയത്ത് മീര അവിടേക്കെത്തി ആർതറിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. ആർതറും മീരയും ത്രിശൂലം അന്വേഷിക്കാൻ തുടങ്ങി. അതിനായി അവർ സഹാറ മരുഭൂമിയിലേക്ക് പോകുന്നു. സഹാറ മരുഭൂമിയിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ത്രിശൂലം നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്നും അവർക്ക് ഒരു ഹോളോഗ്രാം നിർദ്ദേശം ലഭിക്കുന്നു. ത്രിശൂലം കണ്ടെത്തുന്നതിനായി ഇറ്റലിയിലേക്ക് പുറപ്പെടുക. അവിടെ വെച്ച് നിങ്ങൾക്ക് ത്രിശൂലം ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കോർഡിനേറ്റ്സ് കിട്ടുമെന്നായിരുന്നു ആ നിർദ്ദേശം. ട്രിഡൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കുന്തം പോലെയാണ്. അതിന് പലതരം മാജിക്കൽ പവേഴ്സ് ഉണ്ട്. മറ്റൊരിടത്ത് ഓറം ഡേവിഡിനെ കാണുന്നു. ഡേവിഡ് ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ആർതർ കൊന്ന കടൽക്കൊള്ളക്കാരൻ്റെ മകൻ. അവിടെ വെച്ചാണ് സിനിമയിലെ കുറച്ച് ട്വിസ്റ്റുകൾ റിവീൽ ചെയ്യപ്പെടുന്നത്. ഒരു റഷ്യൻ മുങ്ങിക്കപ്പൽ ഓറമിനെയും മീരയുടെ അച്ഛനെയും ആക്രമിച്ചിരുന്നില്ലേ? അത് ഓറമും ഡേവിഡും കൂടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു നാടകമായിരുന്നു. അതിൽ നിന്നും ആ രാജാവിനെ ഓറം രക്ഷിക്കുമ്പോൾ അതിൻ്റെ നന്ദി സൂചകമായി അയാൾ എപ്പോഴും ഓറമിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ. ഓറം ഡേവിഡിന് ലേറ്റസ്റ്റ് അറ്റ്ലാന്റിയൻ ബാറ്റിൽ സ്യൂട്ട് നൽകുന്നു. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉപകരണം. അത് സമുദ്രത്തിൽ അധിവസിക്കുന്നവരുടെ കയ്യിൽ മാത്രം ഉണ്ടാവുന്നതാണ്. ഡേവിഡ് ആ ടെക്നോളജി പരീക്ഷിച്ചു നോക്കുന്നു. അതിൻ്റെ ശക്തി കണ്ട് അവന് വളരെയധികം സന്തോഷമാവുന്നു. അക്വാമാനോടുള്ള തൻ്റെ പക തീർക്കാൻ ഇത് മതിയെന്ന് അവൻ ഉറപ്പിക്കുന്നു. അതിനുശേഷം ഓറം സമുദ്രത്തിലെ മറ്റൊരു കിങ്ഡമായ കിങ്ഡം ഓഫ് ഫിഷർമാൻ എന്ന കിങ്ഡത്തിൻ്റെ രാജാവിനെ കൊല്ലുന്നു. തുടർന്ന് അവിടെയുള്ളവരെ നിർബന്ധിച്ച് ഓറമിനെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. മാത്രമല്ല അവിടുത്തെ രാജകുമാരിയെയും രാജ്ഞിയെയും തൻ്റെ സൈന്യത്തിൽ ചേർത്ത് യുദ്ധത്തിൽ ആദ്യ നിരയിൽ തന്നെ നിലകൊള്ളണമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. മറ്റ് സൈന്യത്തെയും ഉണ്ടാക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് ഡേവിഡ് ഓറം നൽകിയ ബാറ്റിൽ സ്യൂട്ട് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് തനിക്ക് വേണ്ടി ഒരു സൂപ്പർ ഹീറോ സ്യൂട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് ബ്ലാക്ക് മാൻഡ എന്ന പേര് സ്വയം സ്വീകരിക്കുന്നു. ആ സ്യൂട്ട് ധരിച്ച് ഡേവിഡ് വളരെയധികം ശക്തനായി മാറുന്നു. ആർതറും മീരയും കോർഡിനേറ്റ്സ് അന്വേഷിച്ച് ഇറ്റലിയിലെത്തിയിരിക്കുന്നു. ബ്ലാക്ക് മാൻഡ അവിടെ എത്തി അവരെ ആക്രമിക്കുന്നു. ബ്ലാക്ക് മാൻഡയും അക്വാമാനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കുന്നു. അവസാനം ആർതർ ബ്ലാക്ക് മാൻഡയെ മലനിരകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിയുന്നു. എന്നിരുന്നാലും ആ പോരാട്ടത്തിൽ ആർതറിന് വളരെയധികം പരിക്ക് പറ്റിയിരുന്നു. മീര ആർതറിന്റെ മുറിവുകൾ ട്രീറ്റ് ചെയ്യുന്നു. മാത്രവുമല്ല അവന് മനോധൈര്യം പകരുകയും അവന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നീ രാജാവാകേണ്ടവനാണ്. ഒരു കിങ്ഡം ഭരിക്കേണ്ടവനാണ്. നീ ഇത്ര ലോലനാവാൻ പാടില്ല. നീ കൂടുതൽ ധൈര്യവാനാകേണ്ടതുണ്ട് ഒരു രാജാവിനെ പോലെ എന്ന് മീര ആർതറിനോട് പറയുന്നു. തുടർന്ന് അവർ വീണ്ടും ത്രിശൂലം അന്വേഷിച്ച് യാത്ര തുടരുന്നു. അവരുടെ യാത്രക്കിടയിൽ അവർക്ക് നിരവധി മോൺസ്റ്റേഴ്സിനെ നേരിടേണ്ടി വരുന്നു. അതിനെയൊക്കെ വകവരുത്തി പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് കഷ്ടപ്പെട്ട് അവർ ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്ത് എത്തിച്ചേരുന്നു. ഇതാണ് സെന്റർ ഓഫ് എർത്ത്. അവിടെ വെച്ച് ആർതർ അവൻ്റെ അമ്മയെ കാണുന്നു. അമ്മ മകനെയും. ക്യൂൻ അറ്റ്ലാന എല്ലാം ത്യജിച്ചാണ് അവിടെ എത്തിച്ചേർന്നത്. അറ്റ്ലാന്റിസിന്റെ ശിക്ഷയായിരിക്കാം ഒരുപക്ഷേ അത്. തോമസിനെ പ്രണയിച്ചതിനുള്ള ശിക്ഷ. അതായത് ആ സ്ഥലത്ത് ഉപേക്ഷിക്കുക എന്നത് മരണത്തിന് തുല്യമാണ്. പക്ഷേ ക്യൂൻ അറ്റ്ലാന എങ്ങനെയൊക്കെയോ അവിടെ അതിജീവിച്ചു. അവൾ ഒരുപാട് വർഷങ്ങളായി അവിടെ സർവൈവ് ചെയ്യുകയാണ്. ആർതറും മീരയും അറ്റ്ലാനയും പരസ്പരം വാരിപ്പുണർന്ന് അവരുടെ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നു. നല്ലൊരു ഇമോഷണൽ സീനാണ് അത്. തുടർന്ന് അവർ മൂന്നുപേരും തൃശ്ശൂരമുള്ള സ്ഥലത്തിന്റെ അടുത്തെത്തിച്ചേരുന്നു. പക്ഷേ അവിടെ നിന്നും അങ്ങോട്ടേക്ക് ആർതറിന് മാത്രമാണ് പോവാൻ സാധിക്കുക. മീരയ്ക്കോ അറ്റ്ലാനയ്ക്കോ അവന്റെ കൂടെ പോവാൻ സാധ്യമല്ല. ആർതർ മുന്നോട്ട് പോകുന്നു ത്രിശൂലത്തിനടുത്തേക്ക്. അങ്ങനെ അവൻ ആ പുരാതന ത്രിശൂലം കണ്ടെത്തുന്നു. അതെടുക്കാനായി തുനിഞ്ഞ ആർതറിനെ ലെവിയേറ്റൻ അറ്റാക്ക് ചെയ്യുന്നു. ലെവിയേറ്റൻ അല്ല കേട്ടോ,
ലെവിയേത്തൻ. ഈ ലെവിയേത്തൻ എന്ന് പറയുന്നത് ട്രൈഡന്റിന്റെ കാവൽക്കാരനാണ്. ഡ്രാഗണും പാമ്പും ചേർന്ന വളരെ വലിയൊരു രൂപമാണ് ലെവിയേത്തൻ്റേത്. ഇവിടെ വരുന്നവരാരും ഈ ട്രൈഡന്റ് ലഭിക്കാൻ യോഗ്യരല്ല, അവരെയെല്ലാം ഞാൻ കൊന്നുതള്ളി എന്ന് ലെവിയേത്തൻ ആർതറിനോട് പറയും. ആർതറിന് കടൽ ജീവികളോട് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായ കാര്യമാണല്ലോ. സോ ആർതർ ആ ജീവിയുമായി സംസാരിക്കുന്നു. അപ്പോൾ അത് ചോദിക്കും, നിനക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനു മുമ്പ് ഇവിടെ വന്ന ഒരാൾക്ക് പോലും എന്നെ കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല. ആർതർ അവന്റെ കാര്യങ്ങൾ പറയുകയും താനാണ് ആ ത്രിശൂലത്തിന്റെ അവകാശിയെന്നും ലെവിയേത്തനോട് പറയുന്നു. മാത്രമല്ല 7 കടലുകളെയും ഭരിക്കുന്നതിനുള്ള യോഗ്യത തനിക്കുണ്ടെന്നും ആർതർ പറയുന്നു. ഒടുവിൽ ലെവിയേത്തൻ ആർതറിന്റെ വാക്കുകൾ വിശ്വസിക്കുകയും ത്രിശൂലം എടുക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ട്രൈഡന്റ് സ്വന്തമായതോടെ ആർതറിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുന്നു. അവന്റെ വസ്ത്രങ്ങളും മാറുന്നു. ഇതേസമയം സമുദ്രത്തിലുള്ള എല്ലാ കിങ്ഡങ്ങളും ഓറമിനെ സപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതോടെ ഓറം സ്വയം ഓഷ്യൻ മാസ്റ്ററായി പ്രഖ്യാപിച്ചു. അതായത് എല്ലാവരും ഇനി അവന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കണം. പക്ഷേ മീര ഓറമിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജാക്കന്മാരോടും ആർതർ തൃശൂലം സ്വന്തമാക്കിയ കാര്യം പറയുന്നു. കടൽ നിയമപ്രകാരം തൃശൂലം ആരെങ്കിലും സ്വന്തമാക്കിയാൽ എല്ലാവരും അവനെ രാജാവായി അംഗീകരിക്കണം. അവനായിരിക്കും യഥാർത്ഥ ഓഷ്യൻ മാസ്റ്റർ. അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ട്രൈഡന്റ് ആർതറിന്റെ കയ്യിലാണെന്ന് അവർക്കെല്ലാം വിശ്വാസമാവുന്നു. പക്ഷേ ഓറം ദേഷ്യം കൊണ്ട് വിറച്ചു. തൃശൂലം സ്വന്തമാക്കുന്നത് വലിയ കഴിവൊന്നുമല്ല. ആരാണോ കൂടുതൽ ധൈര്യശാലി, ആർക്കാണോ കൂടുതൽ കഴിവുള്ളത്, അയാളായിരിക്കും യഥാർത്ഥ ഓഷ്യൻ മാസ്റ്റർ. അയാളായിരിക്കണം എല്ലാ കിങ്ഡങ്ങളെയും ഭരിക്കേണ്ടത് എന്ന് ഓറം പറയുന്നു. തുടർന്ന് ഒരിക്കൽ കൂടി ആർതറും ഓറമും ഏറ്റുമുട്ടുന്നു. ഒരു മുങ്ങിക്കപ്പലിന് മുകളിൽ നിന്നാണ് ഇരുവരും പോരടിക്കുന്നത്. ആ യുദ്ധത്തിൽ ആർതർ ഓറമിനെ പരാജയപ്പെടുത്തുന്നു. പക്ഷേ ആർതർ അവനെ കൊല്ലാതെ ജീവിക്കാൻ അനുവദിക്കുന്നു. അപ്പോഴേക്കും ക്യൂൻ അറ്റ്ലാനയും അങ്ങോട്ടേക്ക് വരുന്നു. തന്റെ അമ്മയെ ആർതർ രക്ഷിച്ചു കൊണ്ടുവന്നത് കണ്ടപ്പോൾ ഓറം അവന്റെ വിധി അംഗീകരിക്കുന്നു. അവന്റെ തോൽവി സമ്മതിച്ച് അറ്റ്ലാന്റിസിന്റെ സോൾജിയേഴ്സിന് മുൻപിൽ അവൻ കീഴടങ്ങുന്നു. അവർ അവനെയും കൊണ്ട് പോകുന്നു. ആ ഒരു രംഗത്തോടുകൂടി അക്വാമാൻ എന്ന സിനിമ അവസാനിക്കുന്നു. അപ്പോൾ ഈ കഥയും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇത് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ചുരുക്കിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക. വളരെ മനോഹരമായ ഒരു സിനിമയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ ഇതുപോലുള്ള കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ